ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ചെറുപയർ പയർ കൊണ്ടുള്ള പായസമാണ്. നല്ല ടേസ്റ്റായി രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ആദ്യം നമുക്ക് ചെറുപയർ പയർ എത്ര എടുക്കണം? 250 ml ഗ്ലാസ്സിന് ഞാൻ 1.5 ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. നന്നായി ഒരു വിധം മീഡിയം വറവായി എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഓഫാക്കിയിട്ട് പിന്നെ നന്നായി കഴുകിയിട്ട് വറുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴുകണ മുന്നേ തന്നെ വറുത്തിട്ട് കഴുകിയാൽ മതി. കഴുകിയിട്ട് അതിലേക്കുള്ള ആവശ്യത്തിലുള്ള വെള്ളം ഒരു 1 ലിറ്റർ വെള്ളത്തോളം നല്ലതാണ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, അടി പിടിക്കില്ല. നന്നായിട്ട് കലക്കിയിട്ട് കുക്കറിലിട്ട് വേവിക്കണം കേട്ടോ. കുക്കറിലിട്ട് വേവിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശർക്കര പൊടി ഉരുക്കിയെടുക്കാം. അതിന് ആദ്യം 1.5 ഗ്ലാസ് ശർക്കര പൊടി 250 ml ഗ്ലാസ്സിന് തന്നെ ശർക്കര പൊടി അതിന് പാകമാക്കിയിട്ട് അത് ഉരുക്കിയെടുത്തതിന് ശേഷം പിന്നെ അത് മാറ്റി വെക്കുക. മാറ്റി കഴിഞ്ഞാൽ നമ്മൾ കുക്കർ തുറന്ന് നോക്കുക, വെന്തോ നോക്കുക. അങ്ങനെ കുക്കർ നല്ല വെന്തിട്ടുണ്ടോ കണ്ടോ, അടിയിലൊന്നും പിടിക്കാതെ കണ്ടില്ലേ. വെള്ളം നല്ല കൂടുതൽ വെക്കണം, നല്ല അടിയിൽ പിടിക്കാണ്ടിരിക്കുള്ളൂ. ഇതെൻ്റെ മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ അവനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. ആയുസ്സിനും ആഫിയത്തിനും എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് പിന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. ഇതിങ്ങനെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റത്തെ തേങ്ങാപ്പാൽ ഉണ്ടാവില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ജീരകത്തിൻ്റെ പൊടി 1/4 സ്പൂണ്, പിന്നെ ഇതിൻ്റെ പൊടി ഏലക്കപ്പൊടി ഉണ്ടല്ലോ അത് 1/4 സ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ലാസ്റ്റ് ഇതൊന്നും കൂടെ ഒന്ന് തളച്ച് ഇതായി നല്ല ശേഷം പിന്നെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ പായസം റെഡിയായി. നല്ല രസമുള്ള രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ നല്ല രസം ഉണ്ടായിരുന്നു. തണുത്ത് കഴിഞ്ഞാലാണ് കൂടുതൽ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടുക. രീതിയിലൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത് നെയ്യിലിട്ടിട്ട് ഇതൊക്കെ നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പായസം റെഡിയായി. പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു പായസമാണ് ചെറുപയർ പായസം. അതിൽ തേങ്ങ ഇത്തിരി ചിരണ്ടി പാലെടുക്കണത്ര ബുദ്ധിമുട്ടുള്ളൂ, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇഷ്ടപ്പെട്ടാൽ എന്നും പറഞ്ഞ മാതിരി തന്നെ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യേണ്ട കൂട്ടുകാരൊക്കെ എൻ്റെ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യേ. ഇൻഷാ അല്ലാഹ്.